ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇന്നലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കാണ് റയൽ മാഡ്രിഡ് ബെൻഫിക്കയെ പരാജയപ്പെടുത്തിയത്. പല സുപ്രധാന താരങ്ങളുടെയും അഭാവത്തിലാണ് ഈ മത്സരം റയൽ മാഡ്രിഡ് കളിച്ചത്. പക്ഷേ റയലിൻ്റെ പ്രകടനം അത്ര ആശാവഹമൊന്നുമല്ല. കാരണം പലപ്പോഴും ബെൻഫിക്ക റയലിന് വലിയ വെല്ലുവിളി സൃഷ്ടിച്ചിട്ടുണ്ട്. തിബൌട്ട് കോർട്ടുവയുടെ ഒരു മികച്ച പ്രകടനമാണ് പലപ്പോഴും റയലിനെ ഇപ്പോൾ രക്ഷപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഈ വിഷയത്തിൽ റയൽ മാഡ്രിഡ് ആരാധകനും ഫുട്ബോൾ നിരീക്ഷകനുമായ എഡു അഗ്യുറെ തൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. അതായത് നിലവിൽ റയൽ മാഡ്രിഡ് വളരെയധികം ദുർബലരാണ്. ഇങ്ങനെ പോയാൽ ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിയില്ല എന്നാണ് എഡു ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ ടീം വളരെയധികം ദുർബലമാണ്. അറ്റാക്കിങ്ങിലാണെങ്കിലും ഡിഫെൻഡിങ്ങിലാണെങ്കിലും റയൽ ദുർബലമാണ്. ബെർണാബു സ്റ്റേഡിയത്തിന് പോലും ഈ ഒരു മത്സരം കണ്ട് ബോറടിച്ച് കാണും. ഇതൊരു ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ് എന്ന് പോലും എനിക്ക് തോന്നിയില്ല. കിലിയൻ എംബപ്പെ, ബെല്ലിംഗ്ഹാം, റോഡ്രിഗോ തുടങ്ങിയ താരങ്ങൾ തിരിച്ചു വരുന്നതോടുകൂടി റയൽ മാഡ്രിഡ് ഉണരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ റയലിന് ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടാൻ കഴിയില്ല. കാരണം മോശം പ്രകടനമാണ് നമ്മൾ നടത്തുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗ് കിരീട സാധ്യതകൾ തീരെ ഇല്ല എന്നുള്ളത് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഇത് റയൽ മാഡ്രിഡ് ആണ്. എത്ര മോശമായി കളിച്ചാലും അവർ തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇതാണ് എഡു അഗ്യുറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ രീതിയിൽ കളിക്കുകയാണെങ്കിൽ റയലിന് കിരീട സാധ്യതയില്ല, റയൽ തിരിച്ചു വരേണ്ടതുണ്ട്, മെച്ചപ്പെട്ട പ്രകടനം നടത്തേണ്ടതുണ്ട് എന്നൊക്കെയാണ് എഡു അഗ്യുറെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും പ്രീ ക്വാർട്ടർ ഫൈനലിൽ റയലിൻ്റെ എതിരാളികൾ ആരായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യം. മാഞ്ചസ്റ്റർ സിറ്റി, സ്പോർട്ടിംഗ് ലിസ്ബൺ എന്നീ ക്ലബ്ബുകളിൽ ഏതെങ്കിലും ഒരു ടീമിനെ ആയിരിക്കും റയലിന് നേരിടേണ്ടി വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.